3 പേരെ ഒരുത്തൻ തല്ലിക്കൊന്നല്ലോ. ഒരു വൃത്തികെട്ട ഒരു ഞരമ്പ് രോഗി, ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരുത്തൻ. അവനെ ആ തല്ലിക്കൊന്ന് അവൻ്റെ വീടുണ്ടല്ലോ, നാട്ടുകാരി കയറി ആക്രമിച്ചിട്ടുണ്ട്. ആരോ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയും എവിടെയോ പോയി മുങ്ങിയേക്കാണ്. അവർ വേറെ എവിടെയോ ദൂരെ മാറി താമസിക്കാരെ അവരെ എവിടെയും കണ്ട ആളുകൾ ഉപദ്രവിക്കും. അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത്രത്തോളം പ്രതികാര വാഞ്ച ഉണ്ടാക്കിയ കേസിനകത്ത്. ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, നിരപരാധിയായ എത്ര പെൺകുട്ടികളെ ഓരോരുത്തന്മാർ ഈ പ്രേമിച്ച് എന്ന് വെച്ചാൽ അവന്മാർക്ക് അങ്ങ് പ്രേമം, അതിന് വേണ്ട, പക്ഷേ രക്ഷയില്ല, വെട്ടിക്കൊല്ലുന്നു, വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുക, കൊലപ്പെടുത്തി, എന്നിട്ട് അവൻ തൂങ്ങി അങ്ങ് ചാവും. അവന് യാതൊരു പ്രശ്നവുമില്ല, കാരണം എവിടെ ജീവിച്ചിരിക്കണ്ട. പിന്നെ ഒരുത്തൻ തോക്ക് പാറ്റിനം കണ്ട് പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പഠിച്ച് വെടിവെക്കാൻ പഠിച്ച് അവിടെ പോയി ട്രെയിനിങ് എടുത്തിട്ട് വന്ന് ഒരു പെണ്ണിനെ കയറി, ഒരു പെൺകുട്ടിയെ കയറി വെടിവെച്ച് കൊല്ലുന്ന നമ്മൾ കണ്ടല്ലേ. ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ച കുട്ടിയാണ്, അതിനെ വെടിവെച്ച് വന്നു. ഇതേപോലെ ചെയ്യുന്ന വേറെ ഓരോരുത്തന്മാരെ ആസിഡ് എടുത്ത് ഒഴിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞ് നമ്മൾ നടക്കാത്തത് ഇല്ല. അപ്പം അത് അവൻ ദൂരെ പോയി തോക്ക് റിവോൾവർ വാങ്ങിക്കൊണ്ട് വന്ന് അവനെ ഇവിടെ വന്ന് ഈ പെൺകുട്ടിയെ അതിൻ്റെ ഹോസ്റ്റലിലോ കോളേജിലോ എങ്ങോട്ടെ എവിടോ അതിക്രമിച്ച് കയറി അവിടെ ചെന്ന് വെടിവെച്ച് ഒന്നാണ്. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അന്നേരം ഒന്നും ഈ ജനങ്ങൾ ഇത് പറയുന്നില്ലല്ലോ. അന്നേരമല്ലേ പറയണ്ടേ ഇതൊക്കെ. ഇപ്പോൾ ഇതിന് നമുക്ക് ഈ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് സമൂഹത്തിനും പാടില്ല. നല്ല വധശിക്ഷ കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ പറയാറില്ല. കാരണം വധശിക്ഷ കൊടുക്കേണ്ട കേസിനകത്ത് വധശിക്ഷ തന്നെ കൊടുക്കണം. ഉദാഹരണമായിട്ട് ഇപ്പം ഈ 3 എണ്ണത്തിനെ അടിച്ചു കൊന്നില്ലേ, അവന് വേറെ ശിക്ഷയൊന്നും ഞാൻ കാണുന്നില്ല. അവന് അതായത് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവനെ തെളിയിക്കാൻ എളുപ്പമാണത്. കാരണം സാക്ഷികളൊക്കെ ഉള്ളതാണ് ഒരുപാട്. കാരണം അതിന് വീഡിയോ ഒക്കെ പോലും ഉണ്ട്. അപ്പം ഇവനെ അതുകൊണ്ട് അവന് ഞാൻ കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് അവനെ സമൂഹത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം, അങ്ങനെയുള്ളവർ തന്നെ. കാരണം സമൂഹത്തിന് ഇവനെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുള്ളൂ. ഇവനിങ്ങനെ കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഒക്കത്തില്ല. ആ രീതിയിലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവന്മാരെ എലിമിനേറ്റ് ചെയ്യണം. വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ വധശിക്ഷിക്കുന്ന ഇതരല്ല. വധശിക്ഷ കൊടുക്കണമെങ്കിൽ എപ്പോഴും ഒരു കേസ് റയറസ്റ്റ് എമംഗ് റയർ ആയിരിക്കണം. അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസുകളിലേ കൊടുക്കാൻ പറ്റും. ഇത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ബച്ചൻ സിംഗ് കേസിൽ നൽകിയ പ്രിൻസിപ്പിളാണ്. പിന്നെ CRPC അന്ന് അത് ഉണ്ടായിരുന്ന CRPC ആണ് അന്ന് നിലവിലുള്ളത്. ഈ കേസിൻ്റെ സമയത്ത് CRPCയിൽ സ്പെഷ്യൽ ഫാക്ട്സ് വേണം. അങ്ങനെയുള്ള കേസിലേ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ആ വധശിക്ഷ കൊടുക്കാനുള്ള അതിൻ്റെ മാനദണ്ഡം. ഏതൊക്കെയാണ്, എന്തൊക്കെ സ്പെഷ്യൽ ഫാക്ട്സ് ആവും എന്നുള്ളത് കുറേ ഇല്ലസ്ട്രേഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റയറസ്റ്റ് എമംഗ് റയർ എന്ന് പറയണമെങ്കിൽ കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നുള്ളതാണ് നിയമം. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 302 ഒഫൻസ് IPC-ക്കകത്ത് പറഞ്ഞേക്കുന്നത് എ പേഴ്സൺ, അതായത് ഒരു മർഡർ നടത്തിയ ഒരാൾക്ക് ഹി ഷാൽ ബി സെൻറ്റൻസ് ടു ഡെത്ത് ഓർ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ഫോർ ഫൈൻ എന്നാണ്. അതായത് ഒരു മർഡർ കൊലപാതകം നടത്തിയേക്കുന്ന ആളിന് അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ, അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്, അതോ അതിനോടൊപ്പം ഫൈനും. ഇതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ കേസിലും നമുക്ക് ഈ വധശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഈ പറഞ്ഞ പോലെ റയറസ്റ്റ് എമംഗ് റയർ ആവണം. ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം തടവാണ് ലെസർ ആൾട്ടർനേറ്റീവ്, ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ്, അതായത് ഒരു ചോദ്യവും ഇല്ലാതെ അത് ലെസർ ആൾട്ടർനേറ്റീവ്, ജീവപര്യന്തം ശിക്ഷ ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിലായിരിക്കണം അതിനകത്ത് വേണം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ. അങ്ങനെയുള്ള കേസിലേ കൊടുക്കാൻ ഒക്കുള്ളൂ, അല്ലാതെ എല്ലാ കേസിലും കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പറയും ഒരാളെ കഷ്ടപ്പെടുത്തി കൊന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ. എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. അപ്പോൾ എല്ലാ കൊലപാതകങ്ങൾക്കും ഇത് കൊടുക്കാൻ ഒക്കത്തില്ല. എല്ലാ മർഡറും എന്ന് പറയുന്നതും ബ്രൂട്ടലാണ്. എപ്പോഴും ബ്രൂട്ടൽ എന്ന് നമ്മൾ പറയും. വളരെ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരം, അതായത് കാഠിന്യമേറിയ അതുപോലെ തന്നെ ബ്രൂട്ടലാണ്. ഈ ബ്രൂട്ടലായാലും എല്ലാ മർഡറും ബ്രൂട്ടലാണ്. പക്ഷേ നമുക്ക് ആ എല്ലാത്തിനും നമുക്കത് കൊടുക്കാൻ പറ്റുകയില്ല, വധശിക്ഷ കൊടുക്കാൻ ഒക്കത്തില്ല.